So ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് MEG 04 എന്ന സബ്ജക്റ്റിലെ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്. So let's move on to the objectives here. You can just see the objectives. You can pause the video and go through the objectives. Let's move on to the main content. Ferdinand de Saussure. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലിംഗ്വിസ്റ്റ് ആണ് ഫെർഡിനൻഡ് ഡി സഷൂർ. ഈസ് വെരി ഫേമസ് ആൻഡ് very significant figure in linguistics. Saussure is regarded as a founder of modern linguistics and a key figure in structuralism. Structuralism ഒരു key figure ആണ്. അതുപോലെ തന്നെ ഫൗണ്ടർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ഫെർഡിനൻഡ് ഡി സഷൂർ. അദ്ദേഹം ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററി പഠിക്കുന്നത് ഉപരിയായിട്ട് ഹിസ് വർക്ക് ഷിഫ്റ്റഡ് ദ ഫോക്കസ് ഓഫ് ലാംഗ്വേജ് സ്റ്റഡി ഫ്രം ഹിസ്റ്റോറിക്കൽ ചേഞ്ച് to the structure of language as a complete functioning system at a specific point of time. ഒരു സമയത്ത് ഒരു കംപ്ലീറ്റ് വർക്കിംഗ് സിസ്റ്റം ആയിട്ടാണ് ലാംഗ്വേജിനെ പഠിക്കേണ്ടത് എന്നാണ് തൻ്റെ സ്ട്രക്ചറലിസം എന്ന കോൺസെപ്റ്റിലൂടെ തൻ്റെ തിയറിയിലൂടെ ഫെർഡിനൻഡ് ഡി സഷൂർ പറഞ്ഞിട്ടുള്ളത്. ഈ ലാംഗ്വേജ് ആസ് എ സിസ്റ്റം, ലാംഗ്വേജ് he argued that language is a system of science where meaning is generated through relationship and differences between elements, not through any inherent quality. ലാംഗ്വേജിലുള്ള അല്ലെങ്കിൽ വേർഡ്സിലുള്ള ഇൻഹറൻറ്റ് ക്വാളിറ്റി വെച്ചല്ല, മറിച്ച് പിന്നെ എലമെൻറ്റ്സ് തമ്മിലുള്ള ബന്ധങ്ങളും വ്യത്യാസങ്ങളും തമ്മിൽ അതും പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സയൻസിൻ്റെ പരിചരിച്ചിട്ടാണ് അർത്ഥങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു സിസ്റ്റമാണ് ലാംഗ്വേജ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി സഷൂറിൻ്റെ ഡിക്റ്റോട്ടോമി, ലാങ് ആൻഡ് പരോൾ, അദ്ദേഹത്തിൻ്റെ ആ സിസ്റ്റം നോക്കാം. എന്താണ് ലാങ്? ദ സിസ്റ്റം. ലാങ് എന്നാണ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ അബ്സ്ട്രാക്ട് ഇന്റർണലൈസ്ഡ് സിസ്റ്റം ഓഫ് ലാംഗ്വേജ്. ദിസ് ഷെയ്ഡ് സോഷ്യൽ നോളജ് ആൻഡ് ഗ്രാമർ ആൻഡ് ദ റൂൾസ് ഓഫ് ലാംഗ്വേജ് കമ്മ്യൂണിറ്റി. ഇറ്റ് ഈസ് സോഷ്യൽ ആൻഡ് എസെൻഷ്യൽ. ലാങ് എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി അതിൻ്റെ കുറച്ച് റൂൾസ് ആണ്, അല്ലെങ്കിൽ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതാണ്. അബ്സ്ട്രാക്റ്റ് ആണ്, ഇന്റർണലൈസ്ഡ് സിസ്റ്റം ആണ്, സിസ്റ്റം ഓഫ് ലാംഗ്വേജ് ആണ്. അബ്സ്ട്രാക്ട് ഇന്റർണലൈസ്ഡ് സിസ്റ്റം ഓഫ് ലാംഗ്വേജ് ആണ് ലാങ് എന്ന് പറയുന്നത്. അതായത് സോഷ്യലായിട്ടുള്ള നമ്മൾ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള സോഷ്യൽ നോളജും അതേപോലെ തന്നെ ലാംഗ്വേജിൻ്റെ ബേസിക് ഗ്രാമറും അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ലാംഗ്വേജ് കമ്മ്യൂണിറ്റികളുടെ ഒരു റൂളുകളും സോഷ്യൽ മെസ്സേജിലായിട്ടുള്ള കാര്യങ്ങളാണ് ലാംഗ്വേജ് വരുന്നത്. പരോൾ നോക്കൂ, ദ ആക്ച്വൽ ഇൻഡിവിജ്വൽ ആക്ട് ഓഫ് സ്പീക്കിംഗ്. വർത്താനം പറയുക അല്ലെങ്കിൽ സംസാരിക്കുക എന്നുള്ളതിൻ്റെ ആക്ടിനെയാണ് പരോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൺക്രീറ്റ് യൂസേജ് ഓഫ് ലാംഗ്വേജ് ഇൻ സ്പെസിഫിക് ഇൻസ്റ്റൻസസ്. ചില പ്രത്യേക സമയങ്ങളിൽ, അവസരങ്ങളിൽ അതിൻ്റെ യൂസ് ചെയ്യുന്നതിനെയാണ് പരോൾ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ആൻഡ് ആക്സിഡൻ്റൽ, അത് എന്താണ്, ഐസൊലേറ്റഡ് ആയിട്ടില്ല അല്ലെങ്കിൽ സെപ്പറേറ്റ് മാറ്റി തന്നെ പഠിക്കേണ്ട കാര്യമാണ്. സ്ട്രക്ചറലിസം പ്രയോറിറ്റൈസസ് ദി സ്റ്റഡി ഓഫ് ലാങ് ഓവർ പരോൾ. ലാങ്ങിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കേണ്ടത് എന്നാണ് സ്ട്രക്ചറലിസം പറയുന്നത്. ഓക്കെ, സ്ട്രക്ചറലിസം പറയുന്നത്. ഇനി ലിംഗ്വിസ്റ്റിക് സൈൻ, ആർബിട്രറിനെസിന്റെ ലിംഗ്വിസ്റ്റിക് സൈനെ കുറിച്ച് നോക്കാം. ദ ലിംഗ്വിസ്റ്റിക് സൈൻ, ദ സൈൻസ് ഓഫ് ടു സൈഡഡ് യൂണിറ്റ് uniting a signifier, sound, image, word form, example tree, and the signified the concept like the mental image of a tree. ഇവിടെ നോക്കൂ, ഇവിടെ ട്രീ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന വാക്കിനെയാണെന്ന് പറയാം, അല്ലെങ്കിൽ രണ്ട് സൈഡായിട്ടുള്ള ഇതിനെയാണെന്ന് പറയാം. സിഗ്നിഫയർ എന്ന് പറയുന്നത് ട്രീ എന്ന് പറയുന്നത് രണ്ട് സൈഡുള്ള സിഗ്നിഫയറിനാണെന്ന് പറയാം. സൗണ്ട്, ഇമേജ്, അങ്ങനെയൊക്കെ അതിനൊക്കെയാണെന്ന് പറയാം. വേർഡിനെയാണെന്ന് പറയാം സിഗ്നിഫയർ എന്ന് പറയാം. സിഗ്നിഫൈ ചെയ്യപ്പെടുന്ന കാര്യത്തിനെയാണ് നമ്മുടെ ട്രീയെ കുറിച്ചുള്ള മെൻ്റൽ ഫിഗർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് നോക്കൂ, the arbitrariness of the sign, sign-ന്റെ arbitrariness കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. The relationship between the signifier and the signified is arbitrary. അതും രണ്ടും പരസ്പരം ബന്ധമില്ലാത്ത കാര്യമാണ്. There is no natural necessary link between the sound and the concept of the tree. ട്രീയെ കുറിച്ചും അതുപോലെ തന്നെ സൗണ്ടിന്, ട്രീ എന്ന സൗണ്ടും ആ കോൺസെപ്റ്റ് തമ്മിൽ പരസ്പരം ബന്ധമില്ല. ഇനി ഒപ്പോസിറ്റൽ സ്ട്രക്ചർ നോക്കൂ, മീനിങ് arises from differences. എന്താണ് ഡിഫറൻസസ്? അതായത് ആ ഡിഫറൻസിൽ നിന്നാണ് അർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. സൈൻ കാറ്റ് ഈസ് മീനിങ് ഫുൾ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഡോഗ്, നോട്ട് ലയൺ ആൻഡ് നോട്ട് റാറ്റ്. റാറ്റ് ഒരു എലി അല്ലാത്തത് കൊണ്ടും ഒരു സിംഹം അല്ലാത്തത് കൊണ്ടും ഒരു ഡോഗ് അല്ലാത്തത് കൊണ്ടും എന്നുള്ള അർത്ഥമില്ലാത്തത് കൊണ്ടാണ് സൈനിന് കാറ്റിന് കാറ്റ് എന്ന സൈൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, റെഫർ ചെയ്യാൻ പറ്റുന്നത്, കാറ്റിൻ്റെ സൈന് പറയാൻ കൊടുക്കാൻ പറ്റുന്നത്. അത് ഒരു പട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാറ്റ് എന്ന് പറയുന്നില്ല, ഒരു ലയണിനെ കാറ്റ് എന്ന് പറയുന്നില്ല, ഒരു റാറ്റിനെ കാറ്റ് എന്ന് പറയുന്നില്ല. ലാംഗ്വേജ് ഇസ് എ സിസ്റ്റം ഓഫ് മ്യൂച്വലി ഡിഫൈനിങ് ഡിഫറൻസസ്. അതായത് ഡിഫറൻസിനെ കുറിച്ച് പറയുന്നതും വേർ എലമെന്റ്സ് ഗെയിൻ വാല്യൂ ഫ്രം ദ റിലേഷൻഷിപ്പ് വിത്ത് അതർ എലമെന്റ്സ് ഇൻ ദ സിസ്റ്റം. സിസ്റ്റത്തിലുള്ള മറ്റ് എലമെന്റ്സിനെ കൂട്ടിച്ചേർത്ത് അതിനൊരു വാല്യൂ കിട്ടുമ്പോഴാണ് അതൊരു സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അർത്ഥമായിട്ട് മാറുന്നത്. ഓക്കെ, വാല്യൂ ഇസ് ദ റിലേഷൻഷിപ്പ് പ്ലേസ് ഓഫ് സൈൻ വേർ ദ ഹോൾ സിസ്റ്റം. ഓക്കെ, ആൻഡ് സിങ്ക്രോണിക് വേഴ്സസ് ഡൈക്രോണിക് സ്റ്റഡി. ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് അറ്റ് എ സിംഗിൾ പോയിന്റ് ഇൻ ടൈം, അതിനെയാണെന്ന് പറയാം ഫോക്കസിങ് ഓൺ ഇറ്റ്സ് ഇന്റേണൽ സ്ട്രക്ചർ ആൻഡ് ദ സ്റ്റേറ്റ്
like a snapshot. This is the basic of Saussurean structuralism. അതായത് ഒരു സിംഗിൾ പോയിന്റ് ഓഫ് ടൈമിൽ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കലാണ് സ്ട്രക്ചറലിസം പ്രൊമോട്ട് ചെയ്യുന്ന സിങ്ക്രോണിക് സ്റ്റാറ്റിക് ആയിട്ടുള്ള പഠനം. അനലൈസിങ് ദ റൂൾസ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ ടുഡേ. അപ്പോൾ ഇന്ന് പ്രസന്റ് ആയിട്ടുള്ള ഇന്നത്തെ ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ച് പഠിക്കലാണ്. ഇനി ഡയക്രോണിക് എവല്യൂഷണറി നോക്കൂ. ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ചേഞ്ച് ഓവർ ടൈം ട്രേസിംഗ് ദ എവല്യൂഷൻ ഓഫ് വേർഡ് സൗണ്ട്സ് ആൻഡ് ഗ്രാമർ അക്രോസ് ഡിഫറൻറ്റ് ഹിസ്റ്റോറിക്കൽ പീരീഡ്സ്. ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ കടന്നു വരുന്ന സമയത്ത് ലാംഗ്വേജിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് ദ ഡയക്രോണിക്, അതായത് എവല്യൂഷണറി പഠനം അല്ലെങ്കിൽ എവല്യൂഷണറി സ്റ്റഡി. Tracing the change in the pronunciation of night from the Old English to modern English. The night എന്ന വേർഡ് പിന്നെ ഓൾഡ് ഇംഗ്ലീഷിൽ നിന്ന് മോഡേൺ ഇംഗ്ലീഷിൽ വന്ന സമയത്തുണ്ടായിരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. ഇനി അമേരിക്കൻ സ്ട്രക്ചറലിസത്തെ കുറിച്ച് നോക്കൂ. അമേരിക്കൻ ലിംഗ്വിസ്റ്റിക്സ് ഇൻ 20th century വാസ് ഡ്രിവൺ ബൈ പ്രാക്ടിക്കൽ ഡിസ്ക്രിപ്റ്റീവ് നീഡ്സ്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആവശ്യങ്ങൾ കൊണ്ടാണ് അവർ കൂടുതൽ ഡ്രിവൺ ആയിട്ടുള്ളത്. അവർ കൂടുതൽ ആവശ്യപ്പെട്ടുള്ള, അവർക്ക് ആഗ്രഹമുള്ളത്, അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫോക്കസ് ഓൺ ഡാറ്റ ഡ്രിവൺ ബൈ ദ നീഡ് ടു ഡോക്യുമെന്റ് ആൻഡ് അനലൈസ് അൺറിട്ടൺ ലാംഗ്വേജസ് ഓഫ് നാറ്റീവ് അമേരിക്കൻ ട്രൈബ്സ് ബിഫോർ ദേ ബിക്കം എക്സിസ്റ്റ്. അവർ പിന്നെ അമേരിക്കൻ ട്രൈബ്സ് യൂസ് ചെയ്തിരുന്ന അൺറിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അതേപോലെ തന്നെ എ സ്ട്രോങ് ഫോക്കസ് ഓൺ ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ലിംഗ്വിസ്റ്റിക് ബിഹേവിയർ ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ബിഹേവിയർ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്ന രൂപത്തിൽ ബിഹേവിയറും അതേപോലെ തന്നെ ഒബ്സർവബിളും മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ലാംഗ്വേജിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാണ് മറ്റൊരു വാദം. അതേപോലെ തന്നെ മെത്തഡോളജി ഹൈലി പ്രൊസീജറൽ ആൻഡ് സയൻറ്റിഫിക് എയിമിംഗ് ടു ഡിസ്കവർ ദ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് പ്യൂർലി ഫ്രം ദ കളക്റ്റഡ് കോപ്പസ് ഓഫ് അട്രൻസസ്. നമ്മുടെ ശബ്ദങ്ങൾ ഉരുവിടുന്ന സമയത്തുള്ള അട്രൻസസ്, അതുകൊണ്ട് അതിനെ റെക്കോർഡ് ചെയ്ത് അതിനെ വിലയിരുത്തി അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നതാണ് മെത്തഡോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. അമേരിക്കൻ സ്ട്രക്ചറലിസം കൂടുതൽ പറയുന്നത്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് ആണ് സാപ്പ് ഓഫ് ഹൈപ്പോത്തസിസ്. ഓക്കെ, അതിൽ എഡ്വാർഡ് സാപ്പർ ആരെ നോക്കാം. 1884 to 1939 ആണ് ജീവിത കാലഘട്ടം. ആൻഡ് a key figure who viewed language not just as a tool for communication but as a system that shapes thought and culture. മനുഷ്യൻ്റെ സംസ്കാരവും മനുഷ്യൻ്റെ ചിന്തയും രൂപപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള, എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള, കേവലം കമ്മ്യൂണിക്കേഷന് മാത്രമുള്ള ഒരു ടൂളല്ല ലാംഗ്വേജ് എന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്ന ആളാണ് ആര്? എഡ്വാർഡ് സാപ്പിർ. ഇനി ബെഞ്ചമിൻ ലീ വോഫിനെ നോക്കൂ. സാപ്പിയർ സാപ്പിയറിൻ്റെ സ്റ്റുഡൻ്റാണ്. ഹു ഫോർമലൈസ് ദ ഐഡിയ ദാറ്റ് ദ സ്പെസിഫിക് സ്ട്രക്ചർ ഓഫ് വൺസ് നാറ്റീവ് ലാംഗ്വേജ് ഡിക്റ്റേറ്റ്സ് ദ ഇൻഫ്ലുവൻസസ് ഹൗ വൺ പെർസീവ്സ് ആൻഡ് കാറ്റഗറൈസസ് ദ വേൾഡ്. മനുഷ്യനെ വേർഡിനെ കാറ്റഗറി ചെയ്യുന്നതിലും ലോകത്തിൽ കാഴ്ചപ്പാടുണ്ടാക്കുന്നതിലും അവൻ്റെ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചാണ് ആളാണ് ആര്? ബെഞ്ചമിൻ ലീ വോഫ്. ഇനി അവരുടെ ഹൈപ്പോത്തസിസിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. The structure of our language significantly affects the way we perceive the world. നമ്മൾ ലോകത്തെ കാണുന്ന, നമ്മൾ ലോകത്തിനെ പറ്റി ഉണ്ടാക്കുന്ന കാഴ്ചപ്പാടിനെ നമ്മൾ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ളതാണ്. ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം. ലാംഗ്വേജ് ഡിറ്റർമിൻസ് തോട്ട്. ലാംഗ്വേജ് നമ്മുടെ ചിന്തയെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി. ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് തോട്ട്. നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നില്ല, മറിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ് ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി പറയുന്നത്. ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനേഷൻ സ്ട്രോങ് ആണ്, ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി വീക്ക് ആണ്. എക്സാമ്പിൾ, ദ വേ ദ ഹോപ്പി ലാംഗ്വേജ് ഹാൻഡിൽസ് ടൈം ഗ്രാമാറ്റിക്കലി ഈസ് സെഡ് ടു ലീഡ് ടു എ ഡിഫറെൻറ്റ് കോൺസെപ്റ്റലൈസേഷൻ ഓഫ് ടൈം ദാൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിൽ സമയം എന്ന ആസ്പെക്ട്, പാസ്റ്റ് ഫ്യൂച്ചർ പ്രസൻറ്റിനെ കുറിച്ചൊക്കെ പറയുന്നത് ഹോപ്പി ലാംഗ്വേജിൽ ഡിഫറെൻ്റ് ആണ്, ഗ്രാമാറ്റിക്കലി ഡിഫറെൻറ്റ് രൂപമാണ് അവിടെ ഉണ്ടാവുന്നത് എന്നാണ്. ഇനി ബ്ലൂംഫീൽഡ് ദ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് നമുക്കത് നോക്കാം. ബ്ലൂംഫീൽഡ് ആരാണ്? ബ്ലൂംഫീൽഡ് അപ്രോച്ച് വാസ് സ്ട്രിക്ട്ലി മെക്കാനിസ്റ്റിക് ആൻഡ് ബിഹേവിയറിസ്റ്റ്, റിജക്റ്റിംഗ് ദ സ്റ്റഡി ഓഫ് മൈൻഡ് ഓർ മീനിങ് ആസ് അൺസയൻറ്റിഫിക് ആൻഡ് അൺഒബ്സർവബിൾ. മൈൻഡിനെയും മീനിങ്ങിനെയും കുറിച്ച് പഠിക്കുന്നത് അൺസയൻറ്റിഫിക്കും അൺഒബ്സർവബിളും ആണെന്നാണ് ലിയോണാർഡ് ബ്ലൂംഫീൽഡ് മുന്നോട്ട് വെച്ച ആശയം. ബ്ലൂംഫീൽഡിൻ മെത്തഡോളജി നോക്കൂ. ലിംഗ്വിസ്റ്റിക് അനാലിസിസ് ഷുഡ് പ്രൊസീഡ് entirely by formal procedures focusing on the distribution of forms where they occur rather than their meaning. അതിൻ്റെ വാക്കുകളുടെ അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ ലാംഗ്വേജിൻ്റെ മീനിങ് കൊണ്ടല്ല, മറിച്ച് എന്തുകൊണ്ടാണ് അളക്കേണ്ടത് അതിൻ്റെ ഫോമൽ പ്രൊസീജിയേഴ്സ് വഴി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ വഴിയാണ് നോക്കേണ്ടത് എന്നുള്ള കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ച ആളാണ് ബ്ലൂംഫീൽഡ്. The primary data is the corpus, collected speech. Example, using methods like immediate constituent analysis (IC) to break down a sentence into its successive parts. Just വായിച്ചു നോക്കിയാൽ മതി. It's a complex topic here. ഈ ബിഹേവിയറിസം ഇൻ ലിംഗ്വിസ്റ്റിക്സ് നമ്മുടെ ബ്ലൂംഫീൽഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള ബ്ലൂംഫീൽഡിൻ്റെ ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. The belief that language acquisition
ആൻഡ് ദ യൂസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ബൈ സ്റ്റിമുലസ് റെസ്പോൺസ് അല്ലേ, അല്ലെങ്കിൽ ബിഹേവിയറിസം സ്റ്റിമുലസ് റെസ്പോൺസിലാണ്. പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്ന രീതിയിലാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ പഠനം ഉണ്ടാവേണ്ടത് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച ആളാണ് ബ്ലൂംഫീൽഡ്. ആ ഒരു ബിഹേവിയർസ് മുന്നോട്ട് വെക്കുന്ന ആളാണ് ബ്ലൂംഫീൽഡ്. പ്രിൻസിപ്പിൾസ് മച്ച് ലൈക്ക് എനി അതർ ലേൺ ബിഹേവിയർ, മറ്റു ഏത് ബിഹേവിയർ നമ്മൾ ലേൺ ചെയ്യും പോലെ തന്നെയാണ് ലാംഗ്വേജ് ലേൺ ചെയ്യുന്നത് എന്നുള്ള കോൺസെപ്റ്റ് വെച്ചാണ്. എ ചൈൽഡ് ഹിയർസ് ഡാഡി ഈസ് എ റിവാർഡ് ഫോർ പോയിന്റിങ് അറ്റ് ദർ ഫാദർ റെയിൻഫോഴ്സ്മെന്റ് ലീഡിങ് ടു ദ റിപ്പിറ്റേഷൻ ഓഫ് ദ വേർഡ് റെസ്പോൺസ്. അതായത് ഡാഡി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഡാഡി എന്ന് പറയുക, ഹിയേഴ്സ് ഡാഡി എന്ന് പറയുന്ന അമ്മ പറയുന്ന അല്ലെങ്കിൽ അച്ഛൻ ഡാഡി എന്ന് പറയുമ്പോൾ എന്താണ്, കുട്ടി അത് എന്താണ് സ്റ്റിമുലസ് ആയിട്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ ആ സമയത്ത് കുട്ടി ഇങ്ങനെ പോയിന്റ് ചെയ്യുമ്പോൾ, ഡാഡിയിലേക്ക് പോയിന്റ് ചെയ്യുന്ന സമയത്ത് അത് റെയിൻഫോഴ്സ്മെന്റ് ആണ്, ലീഡിങ് ടു ദ റെപ്പിറ്റേഷൻ ഓഫ് ദ വേർഡ് റെസ്പോൺസ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു, ഡാഡെന്ന് വീണ്ടും പറയുന്നു അല്ലേ, റെസ്പോണ്ട് ചെയ്യുന്നു അല്ലേ. അതായത് സ്റ്റിമുലസ് കൊടുത്ത് അതിനെ റെയിൻഫോഴ്സ് ചെയ്ത് റെസ്പോൺസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, യു ക്യാൻ സീ ദ SR തിയറി ജസ്റ്റ് ഹിയർ ബൈ നോം ചോംസ്കി. He is one of the linguist or behaviorist theorist. ഇവിടെ നിങ്ങൾക്ക് സ്ട്രക്ചറലിസത്തിൻ്റെ ഒരു എന്താണ് ബിഹേവിയറിസ്റ്റ് അതുപോലെ തന്നെ മെൻ്റലിസ്റ്റ് തിയറി നമുക്ക് നോക്കാം. ജസ്റ്റ് ഗോ ത്രൂ ദിസ്. ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ലാങ്, പരോഡ് എന്നതാണ്. പിന്നെ ആർബിട്രറിനെസ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ഡീൽ ചെയ്തു. സിങ്ക്രോണിക്, ഡൈക്രോണിക് എന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ബിഹേവിയറിസം, അതുപോലെ തന്നെ മെൻ്റലിസ്റ്റിക് അപ്രോച്ച്, ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച്, പിന്നെ ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി എന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ കമൻ്റായിട്ട് ചോദിക്കാം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ഷെയർ ടു യുവർ ഫ്രണ്ട്സ് and to the needy. If you like this video, please subscribe to this channel and like this video. Thank you.